ചാന്തോക്യോപനിഷത്തില് ഒരു സന്ദേശമുണ്ട്. നഖകൃന്ദനേന സർവം കാഷ്ണായസം വിജ്ഞാതം കാഷ്ണായസം ഇത്യവ സത്യം. ഇംഗ്ലീഷ് എക്സ്പ്ലനേഷൻ ഐ വിൽ ഗിവ് ലേറ്റർ. നഖകൃന്ദനം എന്ന് പറഞ്ഞാൽ നെയിൽ കട്ടർ, നമ്മുടെ നഖം മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്ക്. ഒരു നെയിൽ കട്ടർ നിങ്ങൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ, ഒരു ഡെസർട്ടിൽ, മരുഭൂമിയിലോ സമുദ്രതീരത്തോ കാട്ടിലോ വെച്ച് കണ്ടാൽ, അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക? നെയിൽ കട്ടർ ആ പ്രദേശത്തുള്ളവർ ഉപയോഗിച്ചിരുന്നു. ആ നെയിൽ കട്ടർ ഉണ്ടാക്കാനുള്ള ടെക്നോളജി അറിയാമായിരുന്നു. ആ നെയിൽ കട്ടർ വിൽപ്പന നടത്തിയിരുന്നു. ആ നെയിൽ കട്ടർ ഉണ്ടാക്കാനുള്ള ഇരുമ്പ്, ആ ഇരുമ്പ് ഉണ്ടാക്കാനുള്ള അറിവുണ്ടായിരുന്നു. ആ ഇരുമ്പ് ഉണ്ടാക്കാനുള്ള ധാതുക്കളും മിനറൽസും ഓൾസും എക്സ്ട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. അതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ 1000 ഡിഗ്രി 1100 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടാക്കാനുള്ള ഹീറ്റിംഗ് ടെക്നിക്ക് ഉണ്ടായിരുന്നു. So we should automatically understand, we should guess, we should imagine, we should think that if you are watching, if you are discussing, if somebody is telling you through one word or one line or one paragraph, ഒരു വാക്ക് കൊണ്ടോ ഒരു വരി കൊണ്ടോ ഒരു പാരഗ്രാഫ് കൊണ്ടോ ഈ നെയിൽ കട്ടറിനെ കുറിച്ച് നിങ്ങളോട് പറയുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയോ ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയോ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അതിൻ്റെ പുറകിൽ കുറേയധികം അറിവുകളുണ്ട്. ചാന്തോക്യോപനിഷത്ത് പറയുന്നു, ചിലപ്പോൾ ഒരു വാക്ക് കൊണ്ടോ വരി കൊണ്ടോ പാരഗ്രാഫ് കൊണ്ടോ ചില കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോഴത്തേക്കും ആ പറയുന്നതിലെ വാക്യാർത്ഥം മാത്രം എടുത്താൽ പോരാ, അതിനെ തന്നെത്താൻ എക്സ്ട്രാപൊളേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ധാരാളം അറിവുകൾ എടുക്കണം. ഒരു നെയിൽ കട്ടർ ഉണ്ടായിരുന്നു എങ്കിൽ ആ നെയിൽ കട്ടർ ഉണ്ടാക്കാനുള്ള സർവ്വവിധ ടെക്നോളജിയും അയേൺ മെറ്റലർജിയും അയേൺ ഉണ്ടാക്കാനുള്ള സർവ്വവിധത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. നഖകൃന്ദനേന സർവം കാഷ്ണായസം വിജ്ഞാതം കാഷ്ണായസം ഇത്യവ സത്യം. ആ സത്യം എസൻസ് ആയിട്ടുള്ള ഇരുമ്പിനെ കുറിച്ചുള്ള മെറ്റലർജിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാമായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പൈതൃകത്തിൽ നിന്ന്. ഇത് ഉപനിഷത്തിലെ വാക്കെടുത്താലും വേദത്തിലെ വാക്കെടുത്താലും ഇതിഹാസത്തിലെ പുരാണത്തിലെ വാക്കെടുത്താലും അത് വെറുതെ കേട്ട് മനസ്സിലാക്കിയാൽ പോരാ, അതിൽ നിന്ന് അത്യഗാധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് ഊഹിച്ച് വിലയിരുത്തിയിട്ട് നമ്മൾ എടുക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കതിൻ്റെ പ്രയോജനം ഉണ്ടാവുക. ഇംഗ്ലീഷ് വേർഷൻ ഓഫ് ദാറ്റ്. നഖകൃന്ദനേന സർവം കാഷ്ണായസം വിജ്ഞാതം കാഷ്ണായസം ഇത്യവ സത്യം ഈസ് എ message given in Chandogyopanishad which tells us that if you happen to see a nail cutter, if somebody happens to tell you about a nail cutter, or you happen to read something about nail cutter in a book, say for example 10th century AD, in a book something connected with a nail cutter is told, or something connected with a machinery is told, something connected with a jewel is told, jewel is told, something connected with a particular alloy is told in the 10th century AD textbook, then you should understand that during that period that a nail cutter existed, that engine existed, that machinery existed, that alloy existed, that jewel existed. So in the first century book something is mentioned to you. Say for example about Vimana, Desha Deshantaram Yaddat Loga Logantaram Dada Dvipa Dvipantaram Chaiva Yo Ambare Gandu Marhati Sabimana Iti Prokta Gheda Shastra Vidambarehi. 300 BC Yantra Sarvaswam explains about Vimana Tantra. Fantastic explanation about the aeroplane is given in that. Then we should understand that particular system existed. Vimana aircraft existed during that. Aeroplane existed during that. How we should understand? Because explanations are given. We go to the archaeological evidence, we go to the historical evidence. By observing something existed during that, we could understand about the great town planning from Mohenjo-daro, Harappa. From what we observed nearly 2000-3000 BC, from Lothal, 200 miles, 200 kilometers from Ahmedabad, Lothal, an artificial fantastic port existed during 3500 BC.
5,500 years ago. So we should understand that bricks making, exporting, importing, and navigation, everything existed during that. This is what we should understand from an observation. Historical observation, from a book's information, from archaeological evidence, from all these we should learn not merely what we see, but behind that lot more information we have to gather from that. Thank you very much.